പത്തനംതിട്ട കോഴഞ്ചേരിയിൽ ചികിത്സയിലിരിക്കെ വീട്ടമ്മ മരിച്ചതിൽ ആശുപത്രിക്കെതിരെ ആരോപണവുമായി ബന്ധുക്കൾ. ആങ്ങമൂഴി സ്വദേശി മായയാണ് മരിച്ചത്. ഒരാഴ്ചക്കിടെ 2 ശസ്ത്രക്രിയ നടത്തിയെന്നും ആദ്യ ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായി എന്നും മായയുടെ ഭർത്താവ് ആരോപിക്കുന്നു. ഒരു 3 മാസക്കാലമായിട്ട് ഇവിടുത്തെ ചികിത്സയിലും കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞ മാസം പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു. 16-ാം തീയതി അഡ്മിറ്റായി, 17-ാം തീയതി ഓപ്പറേഷൻ ചെയ്തു, 18-ാം തീയതി ഐസിയു നിറക്കി, 21-ാം തീയതി ആയപ്പോഴത്തേക്കിന് വയർ എത്രയങ്ങ് വീർത്തു, ശ്വാസം പോകാൻ പറ്റാത്ത അവസ്ഥയായി. സ്കാൻ ചെയ്തപ്പോഴെന്തോ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പിഴവുകൊണ്ട് അവിടെ വയറിൽ കുടലിനൊഴിച്ചൊരു ഹോള് വീണു. ഹോളിൽ കൂടെ മലവും മൂത്രവും വയറ്റി വീണു. അതാണ് വയറ് വീർക്കാൻ കാരണം. അത് എടുത്ത് കളയണം, ആ വേസ്റ്റ് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും. ഇന്നലെ നമ്മുടെയൊക്കെ പ്രായത്തിൽ ഇത്രയും കാലത്തോടുകൂടി 5 ദിവസത്തേക്കകത്ത് ഒരാളെ 2 ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവരുടെ ആദ്യത്തെ ഓപ്പറേഷൻ്റെ പിഴവ് കൊണ്ട് മാത്രമാണ് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റും. അത് ഡോക്ടർ സമ്മതിച്ചിട്ടുമുണ്ട്. എല്ലാ ഡോക്ടർമാരുടെ അറിവുകേടും കൊണ്ട് മാത്രം സംഭവിച്ചാണ്. അതിനെ ശക്തമായ രീതിയിൽ ഞങ്ങൾ പ്രതികരിക്കുകയാണ്. അടിയന്തര ഘട്ടത്തിലാണ് വീണ്ടും ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. ജയശങ്കർ, ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം ആണ് ഇത് ഈ മരണം സംഭവിച്ചത് എന്നാണല്ലോ ഭർത്താവും കുടുംബവും പറയുന്നത്. എന്താണ് ഈ കാര്യത്തിൽ അവരുടെ ആരോപണം? പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ടല്ലോ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? 58 വയസ്സുള്ള മായയ്ക്ക് ഗർഭാശയത്തിലെ മുഴ നീക്കം ചെയ്തതിനായിരുന്നു ശസ്ത്രക്രിയ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ശസ്ത്രക്രിയ കഴിഞ്ഞത്. പിന്നാലെ ആരോഗ്യനില വഷളായി. ഇതിന് ശേഷം വീണ്ടും ഇതിൽ ചില ശസ്ത്രക്രിയ ഡോക്ടർമാർ ചെയ്തു. അങ്ങനെ ഒരാഴ്ചക്കിടെ 2 ശസ്ത്രക്രിയ ഉണ്ടായി. ഇങ്ങനെ ആദ്യത്തെ ശസ്ത്രക്രിയയിലുണ്ടായ പിഴവാണ് ഇത്തരത്തിൽ മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ഒരു ആക്ഷേപം. ഡോക്ടർമാർ ചികിത്സയിൽ പിഴവ് പറ്റി. ആദ്യ ശസ്ത്രക്രിയ നടത്തിയതിൽ അവർക്ക് വേണ്ട വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല. അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ പറയുന്നത് ഈ ആദ്യ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യസ്ഥിതി വഷളാവുകയും ഗുരുതര സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ശസ്ത്രക്രിയ അടിയന്തരമായി വന്നു. അങ്ങനെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചതിന് ശേഷമാണ് 2ാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം ചെയ്തതെന്നാണ് ഈ ആശുപത്രി അധികൃതരുടെ നിലവിലെ വിശദീകരണം. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ആറന്മുള പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമായിരിക്കും കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. ഈ മായ ആങ്ങമൂഴി സ്വദേശിയാണ്. ഈ 6 മാസത്തോളമായി ഇതേ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ ആശുപത്രിയിൽ ഇത്തരത്തിൽ ഓപ്പറേഷൻ എത്തുന്നത്, ഈ ചികിത്സയ്ക്ക് എത്തുന്നത്. അങ്ങനെ ചികിത്സ തുടരുന്നതിനിടയിലാണ് ആദ്യ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആരോഗ്യനില വഷളാവുകയും വീണ്ടും ഈ കുടലിലെ മുറിവ് മാറ്റുന്നതിന് ശസ്ത്രക്രിയയിലേക്ക് ഡോക്ടർമാർ തുനിയുകയും ചെയ്തു. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഇപ്പോഴെന്തായാലും ഈ മരണം സംഭവിച്ചിരിക്കുന്ന. ആശുപത്രി അധികൃതർ നിലവിൽ വീഴ്ചയില്ല എന്നൊരു വിശദീകരണം നൽകുമ്പോഴും ഇനി കൂടുതൽ അന്വേഷണത്തിലായിരിക്കും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തത വരിക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.